താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം പറയാൻ സമയം തരാതിരുന്നത് ജോൺ ബ്രിട്ടാസ് വന്നപ്പം 2 പ്രാവശ്യം നിങ്ങൾ ജോൺ ബ്രിട്ടാസിന് മാത്രം കൊടുത്തു. അദ്ദേഹം പറഞ്ഞതിനൊന്നും മറുപടി പറയാനുള്ള അവസരം എനിക്ക് തന്നില്ല. ചർച്ചയിൽ മര്യാദയല്ല എന്നാണ്. 70 വയസ്സിന് മുകളിൽ ഇൻഷുറൻസ് കൊടുക്കാമെന്ന് മോദിജി പറഞ്ഞപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു സംസ്ഥാനം കേന്ദ്രീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെന്റ് നാളെ രാജിവെച്ചൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടി അടപ്പത്തിരിക്കുകയുള്ളൂ. അവരൊന്നും ഇറങ്ങി വരില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഉൽപാദനം വികസിപ്പിക്കുവാൻ വേണ്ടി, ഉൽപാദനം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്കറിയാവുന്ന കാര്യമല്ലേ, ലോട്ടറി, അതായത് മദ്യപാനവും ചൂതുകളിയും പിടിച്ചുപറിയും അല്ലാതെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും വരുമാന മാർഗമുണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. നാണക്കേട് അല്ലേ? ഒരു സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ വരുമാനം മദ്യപാനത്തിൽ നിന്നാണ്, മുഖ്യ വരുമാനം ചൂതുകളിയിൽ നിന്നാണ്, മുഖ്യ വരുമാനം ടാക്സ് പിടിച്ചുപറിയിൽ നിന്നാണ്, നടുറോഡിൽ പിടിച്ചു നിർത്തിയിട്ട് ടാക്സ് ഫൈൻ അടപ്പിക്കുന്നതിൽ നിന്നാണ്. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇതുപോലെ നാണം കെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവിടെ ഉൽപാദനം കൃഷിയിലാണെങ്കിലും വ്യവസായത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സമ്മതിക്കില്ലല്ലോ? ഈ ബിസിനസ്സുകാരും വ്യവസായികളും ആത്മഹത്യ ചെയ്യുകയല്ല ഇവിടെ. അപ്പോൾ കൊടുത്ത പണം തൂർത്തടിച്ച് കളയുകയും ലാപ്സാക്കുകയും ചെയ്യുന്നു. ലാപ്സാക്കിയതിന്റെ കണക്കുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് 2860 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു. ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ മന്ത്രി ഹിന്ദു വർഗീയതയാണെന്ന് പറഞ്ഞ 5000 കോടി രൂപ ഈ സംസ്ഥാനത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ട് അവസാനം കൊണ്ടുപോയി എഴുതി വെക്കുകയും ചെയ്തു, ബാക്കി പൈസ തന്നേക്കാനും പറഞ്ഞു. ചുമ്മാ തന്റെ നാട് നന്നാവത്തത്. അപ്പോൾ ഈ തരത്തിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇൻഷുറൻസ് കൊടുക്കാമെന്ന് മോദി പറഞ്ഞപ്പോൾ കൊടുക്കാൻ പറ്റില്ല. 70 വയസ്സിന് മുകളിൽ ഇൻഷുറൻസ് കൊടുക്കാമെന്ന് മോദിജി പറഞ്ഞപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ആരാണ് കുറ്റക്കാര്? ജനങ്ങൾ അറിയട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആരോടുമുള്ള പകപോക്കലല്ല, ആരോടുമുള്ള ശത്രുതയല്ല. ഈ സംസ്ഥാനം ഇന്ന് അനുഭവിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് തുറന്നു പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സെൻസെക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടുന്ന് വിട്ടുപോയി എന്ന്. ഈ പറയുന്ന മോദി ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സെൻസെക്സ് എന്ന് പറയുന്നത് 21,000 ആയിരുന്നു, ഇന്ന് 72,000 ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വരികയും പോവുകയും ചെയ്യും. അത് ഒരു രാജ്യത്ത് നിന്ന് പല രാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ സെൻസെക്സ് എവിടെ നിൽക്കുന്നു? 21,000 നിന്ന് 70,000 ഉയർന്നത്. അതുപോലെ തന്നെ 10ാം സ്ഥാനത്ത് സാമ്പത്തിക അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം ഇന്ന് 4ാം സ്ഥാനത്ത് എത്തിയത്. ഇതൊക്കെ എന്താ വ്യാജമാണോ? ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ? അതായത് നമുക്ക് ഇറക്കുമതി കൂടുതലായിരിക്കുകയും കയറ്റുമതി കുറവായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് രൂപയുടെ വില ഇടിയുമ്പോൾ നമുക്ക് ഭയപ്പെടണം. പക്ഷെ ഇന്നതല്ല. ഇന്ന് വർഷക്കാലങ്ങളിലേക്ക്, അടുത്ത നിരവധി വർഷങ്ങളിലേക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇനിയിപ്പോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാർ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പക്ഷെ താങ്കൾ ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്തു. അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ചർച്ചയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് ഉണ്ടാവും എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകാനല്ല താങ്കൾ എന്നോട് പറഞ്ഞത്, ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കാനാ. അയാളവിടെ പോയി. കുഴപ്പമില്ല, കാരണം ജോൺ ബ്രിട്ടാസിന്റെ സ്വഭാവവും ജോൺ ബ്രിട്ടാസിന്റെ മനസ്സുമുള്ള താങ്കൾ ഇരിക്കുന്നത് താങ്കളോട് പറയേണ്ടി വരും. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം പറയാൻ സമയം തരാതിരുന്നത് ജോൺ ബ്രിട്ടാസ് വന്നപ്പം 2 പ്രാവശ്യം നിങ്ങൾ ജോൺ ബ്രിട്ടാസിന് മാത്രം കൊടുത്തു. അദ്ദേഹം പറഞ്ഞതിനൊന്നും മറുപടി പറയാനുള്ള അവസരം എനിക്ക് തന്നില്ല. ചർച്ചയിൽ മര്യാദയല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനിടയിൽ കയറി സംസാരിക്കല്ലേ, നിങ്ങൾ കുറെ നേരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യമാണ്. അതിലൊന്ന് എയിംസ് വന്നില്ല, സുരേഷ് ഗോപി കോമാളിയായിട്ട് സുരേഷ് ഗോപിയെ ചിത്രീകരിച്ചു, ഗോപാലകൃഷ്ണനെ അലമ്പുണ്ടാക്കാൻ വന്നു. ഇത് 2 അയാൾ പറഞ്ഞിട്ട് പോയത്. കോമാളിയായിട്ട് ആളുകളെ കാണുന്നവർക്കെല്ലാം കോമാളിയായിട്ടേ തോന്നുള്ളൂ. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അഭിലാഷ് മോഹൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 5 വർഷത്തിന്റെ ഉള്ളിൽ ഈ കേരളത്തിൽ എയിംസ് വരും, അടുത്ത വർഷം എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ?
ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ് നാളെ രാജിവെച്ചൊഴിഞ്ഞ് പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടി അടപ്പത്തിരിക്കുകയുള്ളൂ. അവരൊന്നും ഇറങ്ങി വരില്ല. നിനക്ക് ഞാനില്ല. 5 വർഷമുണ്ട് എന്നൊരു വാക്ക് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 75 വിമാനത്താവളമാണ് ഇന്ത്യയിൽ. ഇന്ന് 150 വിമാനത്താവളമാണ്. ആ 75 വിമാനത്താവളവും ബജറ്റിൽ പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതായത് ഇന്ന് ഞാൻ പറയാനിരുന്നതാണ്, അദ്ദേഹം പോയതുകൊണ്ടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഈ ഇടതുപക്ഷത്തിന്റെ ഇപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബ്രിട്ടാസ് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും കേരളത്തിനൊന്നും കൊടുത്തില്ല. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ കയ്യടി മേടിക്കാനുള്ള ഈ സോപ്പ് പരിപാടി ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിന്റെ പരിപാടി എന്താ? ഇടതുപക്ഷം ചുണ്ണാമ്പ് കലക്കി കിറ്റിലിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒഴിച്ച് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും ഇട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന കിറ്റ് എക്കണോമിക്സ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. അന്ന് ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തപ്പം ഇതേ ബ്രിട്ടാസ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മറ്റേ ബീഹാറിൽ ഒരു പ്രത്യേക പാക്കേജ് കൊടുക്കരുത്, കാരണം ഇന്ത്യൻ ബജറ്റാണ്, അതൊരു പ്രത്യേക സംസ്ഥാനത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രിട്ടാസ്. എനിക്കത് അയാളോട് ചോദിക്കണമായിരുന്നു. ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് എനിക്ക് ചിരി വരിക. എൻ്റെ പൊന്നു ചങ്ങാതി, ഇത് ഇന്ത്യയുടെ ബജറ്റാ. ഇന്ത്യയുടെ ബജറ്റിൽ നിങ്ങൾ എല്ലാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കേരളത്തിന്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാ കിട്ടിയത്. ഇപ്പൊ ആമമുട്ട കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാ തൃശ്ശൂരിന് കിട്ടിയത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് മിസ്റ്റർ അഭിലാഷ് അത് കൊടുക്കുന്നത്. തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇനി ഒറ്റ വാക്കുകൾ പറഞ്ഞിട്ട് പോവാം. ഒരു മിനിറ്റ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണത് പോകുന്നത്. MSME 10,000 കോടി അത് കേരളത്തിന് കിട്ടും. ഇനി 12.2 ലക്ഷം കോടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ. എന്ത് കിട്ടി കേരളത്തിന് എന്നാണല്ലോ ബ്രിട്ടാസ് ചോദിച്ചത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഈ കേരളത്തിൽ തെക്കും വടക്കും നടക്കുന്ന ഹൈവേ പ്രവർത്തനം, ഈ കോൺഗ്രസ്സുകാരുടെ 4 മന്ത്രിയുണ്ടപ്പോൾ കിട്ടാതിരുന്ന ഹൈവേ അത് ഞങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അത് കേരളത്തിന് 12.2 ലക്ഷം കോടി കിട്ടില്ലേ? ഇതല്ലാതെ എന്തുണ്ട് മറ്റു തെളിവുകളെന്ന് ചോദിക്കുന്നു സാർ. ഞാൻ ഉത്തരിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷനിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനകാര്യ ഈ കേരളത്തിലാ. പിന്നെ എന്തുകൊണ്ടാ കേരളം ഒന്നും തരുന്നില്ല? ഇതിപ്പോ നമ്മുടെ നെടുമുടി വേണു പറഞ്ഞ മാതിരിയാ, എനിക്കൊന്നും കിട്ടുന്നില്ലേ. 12,200 കോടിയുടെ മറ്റേ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ഈ കേരളം 2,700 കോടിയുടെ പദ്ധതിയെ നടപ്പാക്കിയുള്ളൂ. ബാക്കി 10,000 കോടി ലാപ്സാക്കി കളഞ്ഞു. ലാപ്സാക്കിയിട്ട് പട്ടികജാതിയുടേത്. നിങ്ങൾ പരിശോധിക്കുക. വന്നിരുന്ന ഗീർവാണം അടിച്ചിട്ട് മറുപടി കേൾക്കാതെ പോകുന്നുണ്ടല്ലോ, അതാണ് മര്യാദയോട്.